പുരോഹിതൻ ജീവനൊടുക്കിയതിനെ ട്രോളുന്ന മനുഷ്യരെ ഞാൻ കണ്ടു. ആ മനുഷ്യൻ വേദനയിൽ കൂടിപ്പോയ സമയത്ത് ഒരു നിമിഷത്തിലുണ്ടായ ആ തോന്നലിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു വരുവാൻ കഴിഞ്ഞില്ലായിരിക്കാം. ഈ പുരോഹിതരും മനുഷ്യരാണ്. അവർക്ക് സാധാരണ മനുഷ്യന്മാരെ പോലെ കുടുംബമൊക്കെ ഉണ്ടാക്കാമായിരുന്നിട്ടും അവർ സഭയ്ക്ക് വേണ്ടി സമർപ്പിതരായി പല ലൗകിക സുഖങ്ങളെയും വെടിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സമർപ്പിച്ചവരാണ്. എന്നാൽ ജീവിതത്തിൽ സാധാരണ മനുഷ്യരെ പോലെ ഒറ്റപ്പെടലും വിഷാദവുമൊക്കെ അവർക്കുമുണ്ട്. അത് പങ്കിടുവാൻ പങ്കാളിയോ മക്കളോ ഇല്ല എന്നുള്ളതാണ്. എനിക്കൊരുപാട് പുരോഹിതന്മാരായ സുഹൃത്തുക്കളുണ്ട്. അവർ ആരും സ്വർഗത്തിൽ നിന്ന് പൊട്ടിമുളച്ചവരല്ല. നമ്മളുടെ അതേ വികാരവും വിചാരമുള്ള മനുഷ്യർ. പുരോഹിതന്മാർ എല്ലാവരുടെയും സങ്കടം കേൾക്കുന്നവരാണ്. എന്നാൽ പുരോഹിതന്മാർ ആരോട് സങ്കടങ്ങൾ പറയും? അഥവാ സങ്കടങ്ങൾ പറഞ്ഞാൽ പുരോഹിതനെ വിധിക്കാതെ ആര് കേൾക്കും? ജീവിതത്തിൽ ഒന്ന് പതറിപ്പോയ ഒരുപാട് പുരോഹിതരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കെല്ലാം തുറന്നു പറയുവാൻ ഒരു പങ്കാളിയുണ്ട്, അല്ലെങ്കിൽ അച്ഛനും അമ്മയുമുണ്ട്. എന്നാൽ പുരോഹിതന്മാർ പലപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് മരിക്കുവാനും വിധിക്കപ്പെട്ടവരാണ്. സഭകൾ പുരോഹിതന്മാർക്ക് കൂടുതൽ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അനുവദിക്കണം. അവരെ കേൾക്കുവാൻ വിശ്വസ്തരായ കൗൺസിലർമാരെ വെക്കണം. ഒന്ന് വീണുപോയാൽ അവരുടെ തലയിൽ കയറി ഗുണ്ട് പൊട്ടിക്കുന്ന സമൂഹമായി സഭ മാറരുത്. അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും വസ്തുവകകളെയും എല്ലാം വിട്ട് വിവാഹമേ വേണ്ട എന്ന് വെച്ച് സമർപ്പിതരായവരെ നാം ചേർത്ത് പിടിക്കണം. പ്രിയമുള്ളവരെ, അവർ ദൂതന്മാരല്ല, മനുഷ്യരാണ്. ഒരു സമയം അവരെടുത്ത തീരുമാനമാണിത്, ഈ ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് പാവപ്പെട്ടവരെ സേവിക്കാം എന്നുള്ളത്. സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, ഇവിടെയെല്ലാം സ്വയം ജീവിതത്തെ സമർപ്പിച്ച് ജീവിതം ബലി തന്നവരാണ് അവർ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ നമ്മളുടെ പുരോഹിതന്മാരെ ബഹുമാനിക്കുന്നുണ്ടോ? അവർക്ക് സ്നേഹം നൽകുന്നുണ്ടോ? അവരെ ഫോണിൽ വിളിച്ച് ക്ഷേമം അന്വേഷിക്കാറുണ്ടോ? പലപ്പോഴും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അഭാവം അവരെ തളർത്തുന്നുണ്ട്. മനസ്സിലൊരു നിലം പൊത്തിയ വൈദികനോട് ഞാൻ കേൾക്കാം അച്ഛാ, ഞാൻ കേൾക്കാം സിസ്റ്ററെ എന്ന് പറയുവാൻ ഓരോ വിശ്വാസിക്കും കഴിയണം. സഭ ഒരു ശരീരമാണ്. ഓരോരുത്തരും ഓരോ അവയവങ്ങളാണ്. ഒരു അവയവത്തിന് കേട് സംഭവിച്ചാൽ അത് ശരീരത്തെ മുഴുവൻ ബാധിക്കും. എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ മനുഷ്യരാണ് എന്നുള്ള സത്യം. നമ്മൾക്ക് സഹിക്കുവാൻ കഴിയാത്ത ഒരുപാട് വേദനകൾ ജീവിതത്തിൽ വരും. മതി ദൈവമേ മതി, എൻ്റെ പ്രാണനെ അങ്ങ് എടുക്കണമേ എന്ന് ചില നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാത്ത വൈദികർ കുറവാണ്. കാരണം അവരുടെ പലരുടെയും അനുഭവങ്ങൾ അങ്ങനെയാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോയുടെ ഗത്സമന അനുഭവം, കൂടെ സഹായിക്കാം എന്ന് പറഞ്ഞ ശിഷ്യന്മാർ എല്ലാം കൈവിട്ട സമയം, വേദന കൊണ്ട് വീർപ്പ് രക്തമായി മാറിയ അവസ്ഥ, അവിടെ എല്ലാവരും കൈവിട്ടപ്പോൾ ഈശോയുടെ മുറിയിൽ ദൂതനെ അയച്ച ദൈവം, പ്രിയപ്പെട്ടവരെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞവർ എല്ലാം നമ്മളെ കൈവിടും. മനുഷ്യ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ നീ തളർന്നു പോകരുതേ, പിടിച്ചു നിൽക്കണം. എല്ലാത്തിനേക്കാൾ വലുതാണ് പ്രാണൻ, അതെടുക്കുവാൻ നമ്മൾക്കൊരു അവകാശവുമില്ല. എന്നെ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ ഏലിയ പ്രവാചകനോട് ദൈവം പറഞ്ഞത്, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടെന്നാണ്. ഇത് വായിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. നിങ്ങളുടെ സഹോദരൻ ചെറി പൂവക്കാൽ.